ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇത് സൺഡേയിലത്തെ വീഡിയോ ആണ് കേട്ടോ. സൺഡേ എടുത്ത വീഡിയോ ആണ്. പോസ്റ്റ് ചെയ്യാൻ ഇച്ചിരി ലേറ്റായി. അപ്പോൾ അതേ രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞു, അടുക്കളയിലോട്ട് കയറി. കുറച്ച് ലേറ്റായിട്ടാണ് കേട്ടോ എഴുന്നേക്കുന്നത്. അപ്പോൾ സൺഡേ ദിവസങ്ങളിൽ മാത്രമാണ് നമ്മുടെ വീട്ടിലെല്ലാവരും ഉള്ളത്. അപ്പോഴാണ് ഒരു സുഖം വീഡിയോ എടുക്കാനൊക്കെ. സാധാരണ ദിവസങ്ങളിൽ പൊന്നുകുട്ടി സ്കൂളിൽ പോവും, കണ്ണൻകുട്ടൻ വീട്ടിലുണ്ടാവും കേട്ടോ. കണ്ണൻകുട്ടനെ അംഗനവാടിയിൽ വിടുന്നില്ല. അപ്പോൾ ദേ നമ്മുടെ അടുക്കള വലിയ അടുക്കള ആയതുകൊണ്ട് ഇങ്ങനെ നിറച്ച് സാധനങ്ങൾ ഇരിക്കുന്ന പോലെ തോന്നും കേട്ടോ. അപ്പോൾ കണ്ണൻകുട്ടനും പൊന്നുകുട്ടിക്കും ബീട്രൂട്ട് ദോശയാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. മാവ് അരച്ചതാണ് കേട്ടോ. ദോശയ്ക്ക് ഞാൻ ഇഡ്ഡലിക്ക് അരച്ചതാണ്, പക്ഷേ ബീട്രൂട്ട് ദോശ ഉണ്ടാക്കാൻ നമ്മൾ ബീട്രൂട്ടിൻ്റെ പൾപ്പ് ജ്യൂസ് എടുത്ത് ഒഴിച്ച് കഴിയുമ്പോൾ ഇച്ചിരി ലൂസാവുമല്ലോ. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ ദോശ തന്നെ ആക്കിയേക്കാം, ഇഡ്ഡലി വേണ്ടാന്ന് വിചാരിച്ചു. അങ്ങനെ രണ്ടുപേർക്കും ദോശയും ചമ്മന്തിയൊക്കെ കൊടുത്തു. ഞങ്ങൾക്ക് സാധാരണ ദോശയാണ് കേട്ടോ, എനിക്ക് രേഷണം. അപ്പോൾ ഇവർ 4 പേരും കൂടെ ഉള്ളൊരു ദിവസം സൺഡേ, അതാണ് ഞാൻ കൂടുതൽ സൺഡേ വ്ളോഗ് ഇടുന്നത് കേട്ടോ. നമ്മൾ അല്ലാതെ മൺഡേ ട്യൂസ്ഡേ വെൻസ്ഡേ ദിവസങ്ങളിലൊക്കെ പൊന്നുകുട്ടി സ്കൂളിൽ പോവും, റേഷൻ ജോലിക്കും. പിന്നെ ഞാനും കണ്ണൻകുട്ടനും മാത്രമേ ഉള്ളൂ. ഇടയ്ക്ക് എന്തായാലും അല്ലാതൊരു വീഡിയോ ഇടാം കേട്ടോ. ഇടയ്ക്കൊക്കെ ഇങ്ങനെ വ്ളോഗ് മിനി വ്ളോഗ് പോലെയൊക്കെ ഇടാം കേട്ടോ. കുറച്ച് ഡിലേ ആകുന്നുണ്ട് വീഡിയോസൊക്കെ. അപ്പം നമ്മുടെ രേഷണം പുറത്ത് നമ്മുടെ പറമ്പുണ്ടല്ലോ, അവിടെയൊക്കെ ഒന്ന് വലിച്ച് ഇങ്ങനെ ചപ്പൊക്കെ ആകെ ഇതായിട്ട് കിടക്കാം. മരമൊക്കെ വെട്ടിയതുകൊണ്ട് മൊത്തം പിന്നെയും കുളമായി കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് തീയിടുകയൊക്കെയാണ്. രാവിലത്തെ ഒരു പരിപാടി ഇതാണ്. സൺഡേ എവിടെയെങ്കിലും പോകണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പറമ്പൊക്കെ ഒന്ന് വൃത്തിയാക്കും. നമ്മൾ റെൻറ്റിന് താമസിക്കുകയാണെങ്കിൽ നമ്മൾ താമസിക്കുന്ന ഏരിയയൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടണമല്ലോ. അപ്പോൾ അങ്ങനെ വൃത്തിയാക്കിയൊക്കെ ഇടുകയാണ്. അവിടെ അംഗനവാടി ആണ്ടേ ഇരിക്കുന്നു. അപ്പോൾ അത് വിറകൊക്കെ വെട്ടിയിട്ടിരിക്കുകയാണ്, മറ്റേ മരമൊക്കെ മുറിച്ചെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അതിൻ്റെ വിറകൊക്കെയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ തുണിയൊക്കെ കഴുകുന്നുണ്ട്. സൺഡേ എന്നല്ല, നമ്മൾ എല്ലാ ദിവസങ്ങളിലും തുണിയൊക്കെ കഴുകും. അപ്പോൾ തുണിയൊക്കെ കഴുകി വിരിച്ചു. അതിന് ശേഷം നമ്മുടെ രേഷണം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ബീഫൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ. സൺഡേ ആണ് കൂടുതൽ സ്പെഷ്യലായിട്ടുള്ളൊരു ദിവസം. അന്ന് ഞങ്ങൾ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കും കേട്ടോ. ബിരിയാണി അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കും. അപ്പോൾ ഇന്ന് ബിരിയാണി തന്നെ വെക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ വെച്ച് വന്നപ്പോൾ വേറൊരു റൈസായി മാറി എന്തായാലും. അപ്പോൾ അതേ നമ്മൾ റൈസ് എടുക്കുകയാണ്. ഞങ്ങൾക്ക് ഇവിടെ വേണ്ട ആവശ്യത്തിനുള്ള റൈസ് എടുക്കുകയാണ്. അപ്പോൾ ഇതിന് മുമ്പ് എൻ്റെ അടുത്ത് പേഴ്സണലി എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരു ഫ്രണ്ട് ചോദിച്ചു, ഇതെന്താ ഗ്ലാസ്, ഇങ്ങനെ ഒരു ഗ്ലാസ് എന്ന്. ഇത് എൻ്റെ അമ്മൂമ്മയും എൻ്റെ അമ്മയൊക്കെ ഉപയോഗിച്ച നാഴിയാണ് കേട്ടോ. എൻ്റെ മാമൻ്റെ പേരാണ് എഴുതി വെച്ചിരിക്കുന്നത്, വലിയ മാമൻ്റെ പേരാണ് എഴുതി വെച്ചിരിക്കുന്നത്. ആ നാഴി ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. അമ്മൂമ്മ ഉപയോഗിച്ച ഇതാണ്, എൻ്റെ അമ്മ ഉപയോഗിച്ചതാണ്, ഞാനും അത് തന്നെ ഉപയോഗിക്കുന്നു. ഒന്നുകിൽ പൊന്നുകുട്ടിക്ക് കൊടുക്കണം, അല്ലെങ്കിൽ കണ്ണൻകുട്ടിന് കൊടുക്കണം. ഇങ്ങനെ കൈമാറി വരുന്ന എന്തെങ്കിലും എന്നൊക്കെ പറയത്തില്ല, അതുപോലെ നാഴിക്ക് എനിക്ക് അത്രയ്ക്ക് ഒരു, നമുക്ക് ചില പാത്രങ്ങളോടും ചില സാധനങ്ങളോടൊക്കെ ഭയങ്കര ഒരു ആത്മബന്ധം ഉണ്ടെന്ന് പറയത്തില്ല, അതുപോലെയാണ് എനിക്ക് അതൊരു ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ആ നാഴിയിലാണ് ഞാൻ എന്നും ചോറ് അരി അളന്നെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതേ ചോറ് വെക്കുകയാണ്, റൈസ് വെക്കുകയാണ്. എനിക്കെന്തോ ആ നാഴിയിൽ അളന്നെടുക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ അങ്ങ് ദാരിദ്ര്യം ഉണ്ടാകാത്തൊരു ഇതെന്നൊക്കെ പറയത്തില്ലേ, അങ്ങനത്തെ ഒരു രീതിയാണ് കേട്ടോ. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ആ നാഴിയോട്. ഒരു പ്രത്യേക ഒരു ബന്ധം എനിക്കത് കയ്യിലെടുക്കുമ്പോൾ എന്നും ഉണ്ടാകാറുണ്ട്. പല ഓർമ്മകൾ വരും. പണ്ടത്തെ എൻ്റെ അമ്മൂമ്മയുടെ കാര്യങ്ങളൊക്കെ എനിക്ക് ഓർമ്മ വരും കേട്ടോ. അമ്മൂമ്മ മരിച്ചുപോയി, അപ്പോൾ പെട്ടെന്ന് അമ്മൂമ്മേനെ ഓർത്തു. അങ്ങനെ ഞാൻ റൈസ് വെക്കുകയാണ്. ഞാനിപ്പോൾ റൈസ് വെക്കുന്നതും കറി വെക്കുന്നതിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ഇടാം കേട്ടോ. ഇത് സൺഡേയിലെ കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടുള്ള വീഡിയോസാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ബീഫിൽ എന്തൊക്കെയോ കുറേ മസാലകളൊക്കെ ചേർത്തിട്ട് നമ്മുടെ രേഷണം സെറ്റാക്കാണ്. ഞങ്ങളുടെ വീട്ടിൽ സൺഡേ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് കേട്ടോ കിച്ചണിൽ ജോലി ചെയ്യുന്നത്. അല്ലാതെ ഭാര്യ ജോലി ചെയ്യണം അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് ഇപ്പം എന്ത് കാര്യങ്ങളും ചെയ്യുന്നത് കേട്ടോ. ആ ഒരു രീതിയാണ് ഞങ്ങളുടെ വീട്ടിൽ. അപ്പോൾ ഈ റൈസ് ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നു. ബീഫ് കുക്കറിൽ വേവിക്കാൻ പോകണം. അപ്പോൾ ചിക്കനും ബീഫൊക്കെ വെക്കാനായിട്ട് എക്സ്പേർട്ട് രേഷണം തന്നെയാണ്, നന്നായിട്ട് വെക്കും കേട്ടോ. ഇതിന് മുമ്പുള്ള വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുതിയതായിട്ട് വന്ന നമ്മുടെ വ്യൂവേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ഡൗട്ട് വേണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അതേ ബീഫ് വേവിക്കാനായിട്ട് വെച്ചു. അത് രണ്ടും അവിടെ സെറ്റാകട്ടെ. റൈസ് ഒന്ന് വെന്ത് വന്നു. അതൊക്കെ ഒന്ന് സെറ്റാകുന്ന സമയത്ത് ഞാൻ നേരെ ഹാളിലോട്ട് പോയി. രണ്ടുപേരും ഈ കാർട്ടൂൺ വെച്ചുള്ള പരിപാടിയാട്ടോ. അപ്പം ഞാൻ സൺഡേ ആണ് നമ്മുടെ പൊന്നുകുട്ടീനെ കുളിപ്പിക്കുന്നത് കേട്ടോ. ആഴ്ച ഒരു ദിവസം നമ്മൾ നമ്മുടെ മക്കളെ ഒന്ന് കുളിപ്പിക്കണമല്ലോ. അപ്പോൾ പൊന്നുകുട്ടീനെ സൺഡേ ആണ് സത്യം പറഞ്ഞാൽ ഒന്ന് തേച്ച് കുളിപ്പിക്കുന്നത്, എണ്ണയൊക്കെ വെച്ച് നല്ലതാക്കി കുളിപ്പിക്കുന്നത്.
അപ്പോൾ ദേ നന്നായിട്ട് മുടിയൊക്കെ ഷാമ്പു ഇട്ട് കേട്ടോ, ഷാമ്പു ഒക്കെ ഇട്ട് നന്നായിട്ട് കുളിപ്പിച്ചിട്ട് നമ്മളൊക്കെ പണ്ട് ഇങ്ങനെ കിട്ടൂലായിരുന്നു, സഞ്ചിപ്പിന്നലെന്ന് പറയും. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് എൻ്റെ അമ്മ, എനിക്ക് അത്യാവശ്യം മുടിയുള്ളൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ അമ്മ കുഞ്ഞിലേ ഇങ്ങനെ സൺഡേ കുളിപ്പിച്ചിട്ട് ഇതുപോലെ സഞ്ചിപ്പിന്നലൊക്കെ കെട്ടിത്തരുമായിരുന്നു കേട്ടോ. പെട്ടെന്ന് അത് ഓർമ്മ വന്നപ്പോഴത്തേക്കും ഞാൻ അതുപോലെ എൻ്റെ പൊന്നൂസിന് ഞാൻ അങ്ങനെ ചെയ്തു കൊടുക്കുവാണ്. അപ്പോൾ കണ്ണൻകുട്ടൻ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. TV കാർട്ടൂൺ കാഴ്ചയാണ് ഇപ്പോൾ മെയിൻ പരിപാടി. കണ്ണൻകുട്ടനാണെങ്കിൽ അംഗനവാടിയിലൊന്നും പോകുന്നില്ല, കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കണ്ണൻകുട്ടനെ അംഗനവാടിയിൽ വിടുന്നില്ല കേട്ടോ. എൻ്റെ കൂടെ തന്നെ എന്നും ഉണ്ട്. അപ്പോൾ അതേ മുടിയൊക്കെ പിന്നി കെട്ടിക്കൊടുത്തു. പൊന്നുകുട്ടിക്ക് മുടി വെട്ടാനായിട്ട് താല്പര്യമില്ല കേട്ടോ, മുടി വളർത്തണം എന്നുള്ളൊരു ഇതിലിരിക്കുകയാണ്. അച്ഛനും മോൾക്കും മുടി വളർത്തണം, എനിക്ക് അത്ര ഇൻട്രസ്റ്റ് ഇല്ല മുടി വളർത്തുന്നതിൽ. കാരണം എൻ്റെ മുടി തന്നെ ഞാൻ നോക്കുന്നില്ല, അപ്പോൾ പിന്നെ മോളുടെയും കൂടെ നോക്കേണ്ട ആ ഒരു ഇതല്ലേ, അതുകൊണ്ട്. അപ്പോൾ അതേ കണ്ണൻകുട്ടൻ കുളിയൊക്കെ കഴിഞ്ഞ് പൊട്ടൊക്കെ തൊട്ട് നല്ല സുന്ദര കുട്ടനായിട്ട് ഇരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ചെറിയ പനികളൊക്കെ വരുന്നു. അപ്പോൾ ഞാൻ അതുകൊണ്ട് കുറച്ച് നാളത്തേക്ക് അംഗനവാടിയിലൊന്നും വിടുന്നില്ല. അങ്ങനെ വലിയ ജാടായിട്ടിരിക്കുന്നതിന് ഞാനൊന്ന് ഇക്കിളൊക്കെ ഇട്ട് ഇതാക്കുകയാണ് കേട്ടോ. അമ്മ വീഡിയോ എടുക്കുകയാണെന്ന് ആൾക്ക് മനസ്സിലായി. അപ്പോൾ ഇങ്ങനെ ജാടായിട്ടിരിക്കുകയാണ്, ഞാൻ ചിരിക്കില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. ദേ നമ്മുടെ പൊന്നുകുട്ടി പൊട്ടൊക്കെ തൊട്ട് ഞാൻ സുന്ദരി കുട്ടിയാക്കി കേട്ടോ. മുടിയൊക്കെ കെട്ടിക്കൊടുത്തിട്ട് ഒന്ന് സെറ്റാക്കി നിർത്തി പൊന്നുകുട്ടീനെയും. വലിയ ഇഷ്ടമാണ് കേട്ടോ ഞാനിതുപോലെ ഒരുക്കിയൊക്കെ നിർത്തുന്നത്. അപ്പോൾ 2 പേരും കൂടി നിർത്തി ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അതിന് ശേഷം ഇവിടെ നമ്മുടെ ചോറൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. വിട്ട് നല്ല രീതിയിൽ വെന്ത് കിട്ടും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വലിയ അരി. ഞാൻ ഇതിനു മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ബീഫ് വെക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇന്ന് ഞാൻ വെക്കാൻ വിചാരിച്ചിരുന്ന ബിരിയാണി തന്നെയാണ്, നെയ്ച്ചോറ് വെക്കാനായിട്ടാണ് ഇരുന്നത്. പക്ഷെ വെച്ച് വന്നപ്പോൾ ഇറച്ചിച്ചോറായിപ്പോയി കേട്ടോ. അതിൻ്റെ വീഡിയോസ് ഞാൻ സെപ്പറേറ്റ് ഇടാം കേട്ടോ, എങ്ങനെയാണ് ഞങ്ങൾ ഇറച്ചിച്ചോറ് വെക്കുന്നതെന്നൊക്കെ. അപ്പോൾ ഇവിടെ ബീഫ് സെറ്റാക്കി എടുത്ത് കേട്ടോ. ബീഫ് വെക്കുന്ന വീഡിയോയും ഞാൻ സെപ്പറേറ്റ് ഇടാം. 2 സെപ്പറേറ്റ് ആയിട്ടാണ് കറിയും ചോറും വെച്ചത് കേട്ടോ. കുറച്ച് വെച്ചുള്ളൂ, ഒരുപാടൊന്നും നമ്മളങ്ങനെ വെക്കുകയൊന്നുമില്ല, കുറച്ചേ വെക്കാറുള്ളൂ. നമുക്ക് അന്ന് ദിവസം ഉച്ചയ്ക്കും രാത്രിയിലും കഴിക്കുന്ന രീതിയിലുള്ള വെക്കാറുള്ളൂ. അപ്പോൾ ഇവിടെ ബീഫും ബീഫും ഇറച്ചിച്ചോറ് അതൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. എനിക്കറിയില്ല കേട്ടോ ഇങ്ങനെയാണ് ഇറച്ചിച്ചോറ് വെക്കുന്നതെന്നൊന്നും. ഞാൻ വെച്ച രീതിയാണ്. നമ്മൾ ഇനിയൊരു വീഡിയോയിൽ ഞാൻ ഇടാം കേട്ടോ എങ്ങനെയാണെന്ന്. പക്ഷേ ഇത് ഞാൻ കുഞ്ഞുങ്ങൾക്ക് വിളമ്പിക്കൊണ്ട് വെച്ചപ്പോൾ അവർ പറയാം ഇത് കുഴിമന്തിയാണ്, നമ്മൾ കുഴിമന്തിയാണ് ഉണ്ടാക്കിയത്. പക്ഷേ നല്ല ഒരു കുഴിമന്തിയുടെയൊക്കെ മണവും ആ ഒരു ടേസ്റ്റും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ആ ചോറിന് നല്ല ടേസ്റ്റായിരുന്നു. അതിനുശേഷം ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം കിടന്നൊക്കെ ഉറങ്ങി. ഇതേ പൊന്നുകുട്ടി പഠിപ്പിക്കുകയാണ്. ഈവനിങ് ആണ്, എവിടെയും പോകുന്നില്ല. കണ്ണൻകുട്ടന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പനിയും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് ഞങ്ങൾ എവിടെയും പോകുന്നൊന്നുമില്ല കേട്ടോ. കുറച്ച് നാളായിട്ട് എവിടെയും അങ്ങനെ പോക്കും കാര്യമുള്ള ഒന്നുമില്ല. നമ്മുടെ ഇവിടെ പള്ളിയിൽ പെരുന്നാളാണ്, അർത്തിങ്കപ്പള്ളി പെരുന്നാളാണ്, ഒരു ദിവസം പോകണം. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. എല്ലാ കൂട്ടുകാരും ലൈക്കും കമൻറ്റും സപ്പോർട്ടും ഒക്കെ ചെയ്ത് ഞങ്ങളെ അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുവരണം. വ്യൂവൊക്കെ ചെയ്യണം. എല്ലാവരും നല്ല രീതിയിൽ നമ്മുടെ വീഡിയോസൊക്കെ കാണണം. ഒരുപാട് പേര് നമുക്ക് കമൻറ്റും ലൈക്കും ഒക്കെ ചെയ്യുന്നുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. ദേ നമ്മുടെ കണ്ണൻകുട്ടൻ കിടക്കുന്നു. ആളീ പുറത്തൊന്നും കൊണ്ടുപോകാത്തതിൻ്റെ ഒരു മൂഡ് ഓഫൊക്കെ ഉണ്ട് ആൾക്ക്. പക്ഷെ പുറത്ത് കൊണ്ടുപോയാൽ പിറ്റേ ദിവസം ചൂടാകും, പനിയാകും, അതുകൊണ്ടാണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത്